എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ എറണാകുളത്താണുള്ളത്. എറണാകുളം ജില്ലയിൽ ഇവിടെ ഒരു ഷോറൂമിൻ്റെ ഷൂട്ടിന് വേണ്ടി വന്നതാണ്. നമ്മളിന്നലെ വരുന്ന വഴിയിൽ വണ്ടിയുടെ എ സി വളരെ കുറവായിരുന്നു, നല്ല ചൂടായിരുന്നു. നമ്മൾ വരുമ്പോഴൊക്കെ പകുതി ഗ്ലാസ് താത്തിയിട്ടൊക്കെ വന്നതാണ്. അപ്പോൾ എ സി ഒന്ന് ചെക്ക് ചെയ്യിക്കണം. നമ്മളിപ്പോൾ ഇവിടെ ഓൺലൈനിൽ വർക്ക്ഷോപ്പ് അടിച്ച് നോക്കി. അപ്പോൾ ഗോമെക്കാനിക്കിൻ്റെ ഷോറൂം വർക്ക്ഷോപ്പ് ഇവിടെ ഉണ്ട്. ഗോമെക്കാനിക്ക് നിങ്ങൾക്ക് അറിയാമെന്ന് കരുതുന്നു, നമ്മൾ മുന്നത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. ഗോമെക്കാനിക്ക് ഓൺലൈൻ ആപ്ലിക്കേഷനാണ്, ആൻഡ്രോയിഡിലും iOS-ലുള്ളൊരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ നമ്മളിപ്പോൾ ജസ്റ്റ് സെർച്ച് ചെയ്തപ്പോൾ അവരുടെ ഒരു വർക്ക്ഷോപ്പ് ഇവിടെ ഉണ്ട്. നമുക്കൊന്ന് അവിടെ കൊണ്ടുപോയിട്ട് ഈ വണ്ടിയും ചെക്ക് ചെയ്യാം. ഞാൻ എടുത്തതിൽ പിന്നെ സർവീസും കാര്യമൊന്നും ചെയ്തിട്ടില്ല, കാരണം വേറെ പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു. ഇപ്പോൾ എ സി ആണ് ശരിക്കൊന്ന് അറിയാൻ പറ്റിയത്. അപ്പോൾ നമുക്കൊന്ന് അവിടെ കൊണ്ടുപോയിട്ട് എ സി ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ എറണാകുളത്ത് വേറെയും വർക്ക്ഷോപ്പൊക്കെ ഉണ്ട് എ സി ചെക്ക് ചെയ്യാൻ. പക്ഷേ നമ്മൾ ഇവിടെ പോകാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി ഇവരുടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് കരുതിയാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. ഓൺലൈനായിട്ടാണ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അവരുടെ ആപ്ലിക്കേഷനിൽ ഓൺലൈൻ രജിസ്റ്റർ ചെയ്തതാണ്. iOS-ലും ആൻഡ്രോയിഡിലും ആപ്ലിക്കേഷൻ ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പോകുന്നത് കാക്കനാടാണ്. കാക്കനാട് അവരുടെ ഒരു വർക്ക്ഷോപ്പ് വരുന്നുണ്ട്, ഫ്രാഞ്ചൈസി വർക്ക്ഷോപ്പാണെന്ന് തോന്നുന്നു. അവിടേക്കാണ് ഇപ്പോൾ പോകുന്നത്. ഇപ്പോൾ എ സി ആണ് മെയിനായിട്ട് ചെക്ക് ചെയ്യേണ്ടത്. ബാക്കി എന്തൊക്കെയാണെന്ന് നമുക്ക് അവിടെ പോയിട്ടൊന്ന് മൊത്തത്തിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വണ്ടിക്ക് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടോ. എടുത്തിട്ട് ഞാൻ ഇതുവരെ സർവീസൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ 50,000 ആവുന്നേ ഉള്ളൂ. അപ്പോൾ 50,000-ൽ ചെയ്യാമെന്ന് കരുതിയിരിക്കുകയായിരുന്നു. പിന്നെ നോർമൽ വർക്ക്ഷോപ്പ് നമ്മൾ പ്രിഫർ ചെയ്യാത്ത കാരണം വേറൊന്നുമില്ല, നമുക്ക് ഷൂട്ടിന് പോകാൻ വേണം. അപ്പോൾ നമ്മൾ വണ്ടി കൊടുത്തു കഴിഞ്ഞാൽ അവർ നമ്മളെ കൊണ്ടുവിടും. നമുക്ക് പോകേണ്ട സ്ഥലം ഇവിടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ അവർ തന്നെ കൊണ്ടുവിടും. ആ ഒരു ഫെസിലിറ്റി ഇവർ കൊടുക്കുന്നുണ്ട്. നമ്മൾ വണ്ടി കൊടുക്കേണ്ട ആവശ്യമില്ല, അവർ നമ്മൾ ഉള്ള സ്ഥലത്ത് വന്ന് അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുമായിരുന്നു. എന്തായാലും നമ്മളിപ്പോൾ പോകുന്ന റൂട്ട് തന്നെയാണ്. അപ്പോൾ അവിടെ കൊടുത്തിട്ട് പോകാമെന്ന് കരുതി. ഗോമെക്കാനിക്കിൻ്റെ അതെ സുരേഷ് സ്റ്റാഫാണ്. ഓക്കെ. ഞാൻ യൂട്യൂബ് ചാനലിലാണ് വരുന്നത്. ആയിക്കോട്ടെ. നമ്മൾ മുന്നേ നിങ്ങളുടെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ എറണാകുളത്ത് ഒരു ഷൂട്ടിന് വന്നായിരുന്നു ഷോറൂമിൽ. അപ്പോൾ വണ്ടി വരുന്ന വഴിക്ക് എ സിക്ക് ചെറിയൊരു പ്രശ്നം. ആയിക്കോട്ടെ, നമുക്ക് ചെക്ക് ചെയ്യാം. ഇവിടുന്ന് ചെക്ക് ചെയ്യാം. പിന്നെ ഇവിടെ ചെക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ നമുക്കൊന്ന് എങ്ങനെയാണ് ഡീറ്റെയിൽസ്. സുരേഷ് അല്ലേ പേര് പറഞ്ഞാൽ? എൻ്റെ പേര് സുരേഷ്. ഓക്കെ. ഗോമെക്കാനിക്കിന് സിറ്റി ഹെഡാണ്. കൊച്ചി ഓപ്പറേഷൻസ് നോക്കുന്നത് ഞാനാണ്. ഓക്കെ. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് നമ്മുടെ ഇൻസ്പെക്ഷനൊക്കെ ഒന്ന് കാണാം. ഇതിപ്പോൾ ചെക്ക് ചെയ്യുന്നുണ്ട്, എ സി ചെക്ക് ചെയ്യാൻ പോകണം. എന്താണ് കംപ്ലൈൻറ്റ് എന്ന് അറിയില്ല. അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കട്ടെ. ഇതിപ്പോൾ ചെക്ക് ചെയ്യണോ ഗ്യാസ്? ചെക്ക് ചെയ്യണം. എ സി ഗ്യാസ് ചെക്ക് ചെയ്യാം. പിന്നെ എ സിയുടെ ഫിൽറ്റർ നോക്കാം. ഓക്കെ. വേറെ എന്തൊക്കെ വർക്ക് ഇവിടെ ചെയ്യുന്നുണ്ട് നിങ്ങൾ? എല്ലാ വർക്കും, വണ്ടിയുടെ എല്ലാ വർക്കും ചെയ്യും. സർവീസ് നോർമൽ ഷെഡ്യൂൾ സർവീസും ഉണ്ട്. പിന്നെ അത് കൂടാണ്ട് ബോഡി വർക്കുകളും കാര്യങ്ങളും ഉണ്ട്. ടയേഴ്സ്, ബാറ്ററീസ് റീപ്ലേസ്മെന്റ് ഉണ്ട്. എല്ലാ ഇൻഷുറൻസ് ക്ലെയിം ഉണ്ട്. എല്ലാ വർക്കും ഉണ്ട്. ഓക്കെ. എല്ലാ വണ്ടികളിലും. ഞാനിങ്ങോട്ട് മെയിനായിട്ട് വരാൻ കാരണം വേറെ ഒന്നുമല്ല, ഞാൻ ഇപ്പോൾ നോക്കിയപ്പോൾ നിങ്ങൾ പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് ഫെസിലിറ്റി ഉണ്ടെന്ന് കേട്ടു. അതെ. അപ്പോൾ നമ്മൾ ഷൂട്ടിന് പോകുമ്പോൾ ഞാൻ ഇവിടെ വണ്ടി വെച്ച് പോകേണ്ട ആവശ്യം ഉണ്ടാവുന്ന കരുതി അങ്ങനെ നേരെ ഇങ്ങോട്ട് വന്നതാണ്. ഷൂട്ടിന് പോകണമെങ്കിൽ നമ്മൾ ഇവിടുന്ന് ഇറക്കി തരുമെന്ന് പറയുന്നു. അതെ, നമുക്ക് ചെറിയ വർക്കൊക്കെയാണ് നമ്മൾ അപ്പം തന്നെ ചെയ്ത് കൊടുക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ചെറിയ വർക്കാണെങ്കിൽ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് നേരെ പോകാം. വണ്ടി എടുത്ത് തന്നെ പോകാം അല്ലേ? ഓക്കെ. ഇപ്പോൾ 2 ബോർഡ് കണ്ടല്ലോ ഇവിടെ, ഗോമെക്കാനിക്ക് ക്യാമറ എന്ന് പറഞ്ഞിട്ട്. ക്യാമറ മോട്ടോർസ് എന്താണ്? അതായത് നമുക്ക് ഡയറക്റ്റ് വർക്ക്ഷോപ്സ് അല്ല, നമ്മൾ ഓൾറെഡി ഒരു സ്ഥലത്തുള്ള വർക്ക്ഷോപ്പിന് റിവേഴ്സ് ഫ്രാഞ്ചൈസി മോഡൽസ് ആക്കുവാണ്. അതായത് ആ വർക്ക്ഷോപ്പിന് ഓൾറെഡി ലോഡ് ഉണ്ടാവും, നമ്മൾ കൊടുക്കുന്ന അഡീഷണൽ ലോഡാണ്. നമ്മുടെ ബിസിനസ്സാണ് നമ്മൾ അവർക്ക് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളൊരു വർക്ക്ഷോപ്പ് ചൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെ നോക്കാറുണ്ട്? ഞങ്ങൾ ഫെസിലിറ്റീസ് ഒക്കെ പറയും. ഇതുപോലെ ലിഫ്റ്റുകൾ, ഒരു 4-5 ലിഫ്റ്റുള്ള വർക്ക്ഷോപ്പ്, ഡെഡിക്കേറ്റഡ് ആയിട്ട് പെയിന്റ് ബൂത്ത് വേണം, വാഷിംഗ് വേണം, അത്യാവശ്യം ഇത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ടാവണം, സെപ്പറേറ്റ് പാർക്കിംഗ് വേണം, കസ്റ്റമർ ലോഞ്ച് വേണം. അങ്ങനത്തെ വർക്ക്ഷോപ്പ് മാത്രമേ നമ്മൾ ടൈപ്പ് ആവുള്ളൂ. നോർമൽ ലോക്കൽ വർക്ക്ഷോപ്പ് മാത്രമല്ല നമ്മൾ ടൈപ്പ് ആവില്ല. ഒരു ഡീസെന്റ് ആയിട്ടുള്ള ഫെസിലിറ്റീസ് എല്ലാം മാത്രമേ ഇതാവുള്ളൂ. അപ്പോൾ നിങ്ങൾ A to Z വണ്ടിയുടെ എല്ലാ വർക്കും ചെയ്യുന്നത്? വണ്ടി ചെറിയ വണ്ടിയാണെങ്കിലും, ആന തൊട്ടുള്ള ചെറിയ വണ്ടിയാണെങ്കിലും, വലിയ വണ്ടികളാണെങ്കിലും, ഇപ്പോൾ BMW, വോൾവോ തൊട്ടുള്ള വണ്ടികളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യും. വണ്ടിയുടെ ടയർ മുതൽ എല്ലാ ഭാഗവും, ടയറും ബാറ്ററിയും എല്ലാ വർക്കും വർക്ക്, സർവീസ് ആണെന്നുണ്ടെങ്കിൽ മെക്കാനിക്കൽ വർക്ക്, ബ്രേക്ക് ഡൗൺ, ബ്രേക്ക് റിപ്പയറിംഗ്, അങ്ങനെ എല്ലാം നിങ്ങൾ ചെയ്യും. ഓക്കെ. നേരത്തെ പറഞ്ഞ ലേബർ കോസ്റ്റിന്റെ ഒരു കുറവാണ് ഈ ഒരു 40% ഡിസ്കൗണ്ട്. അതെ, ലേബർ കോസ്റ്റ് വരുന്ന ഒരു ഇതാണ്. നമുക്ക് ഡീലർഷിപ്പിൽ കോസ്റ്റ് ചെയ്യുന്ന പോലെയല്ല, നമുക്ക് ഒറ്റ പാക്കേജിലാണ് നമ്മുടെ എല്ലാ ലേബറും വരുന്നത്. ഓക്കെ. അപ്പോൾ പാർട്സ് എല്ലാം ഒറിജിനൽ തന്നെയായിരിക്കും? പാർട്സ് ഒന്നും മാറിയിട്ടില്ല? അതിലൊന്നും വിട്ടുവീഴ്ചകളൊന്നുമില്ല. ഓരോ സാധനങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യാം. നമ്മുടെ എ സി അവിടെ ചെയ്യുന്നുണ്ട് അല്ലേ? എ സി അവിടെ ചെയ്യുന്നുണ്ട്. ഗ്യാസ് ഇച്ചിരി കുറഞ്ഞ ടോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലൈന്റ് മാറുന്നു.
ഇപ്പോൾ AC കൊണ്ടുവന്ന കറക്റ്റ്. ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു ക്യാമ്പയിൻ നടക്കുന്നുണ്ട്, സമ്മർ ആയതുകൊണ്ട് ഒരു ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. അപ്പോൾ AC വർക്കുകൾക്ക് എല്ലാം 10% ലേബർ ഓഫ് നമ്മൾ കൊടുക്കുന്നുണ്ട് എല്ലാ വണ്ടികൾക്കും. അപ്പോൾ എനിക്ക് ഓഫർ ഉണ്ടാവും? തീർച്ചയായിട്ടും എല്ലാവർക്കും അപ്ലൈ ചെയ്യണം. ഓക്കെ ഓക്കെ ഓക്കെ. ഇതിൽ ജസ്റ്റ് ഒന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പറഞ്ഞു കൊടുക്കും. ഞാൻ ഇപ്പോൾ അവരോട് പറഞ്ഞിരുന്നു എങ്ങനെയാണ് ബുക്ക് ചെയ്യുന്നതെന്നുള്ള. ബുക്ക് ചെയ്യണമെങ്കിൽ ഗോമെക്കാനിക്കിന് നമ്മുടെ പ്ലേ സ്റ്റോറിൽ ആപ്ലിക്കേഷൻ ഉണ്ട്. ആ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ വളരെ സിമ്പിളാണ്. ജസ്റ്റ് നിങ്ങളുടെ ഒരു മൊബൈൽ നമ്പർ കൊടുക്കുക, OTP ജനറേറ്റ് ആവും, നിങ്ങളുടെ വണ്ടി ഏതാണെന്ന് സെലക്ട് ചെയ്യുക. അത്ര മാത്രം ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ സർവീസിൻ്റെയും ലിസ്റ്റ് അതിനകത്ത് വരും. അതിനകത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള സർവീസ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അതിൻ്റെ ടീമിലെ റെപ്രസെൻറ്റേറ്റീവ് ഉണ്ടാവും. അവിടെ നിങ്ങൾ അപ്പോൾ തന്നെ വിത്തിൻ സെക്കൻഡ്സ് നിങ്ങൾ കോൾ പോകും. നിങ്ങളുടെ ലൊക്കേഷൻ്റെ അടുത്തുള്ള ഏത് വർക്ക്ഷോപ്പാണോ ആ വർക്ക്ഷോപ്പിലേക്ക് വോക്കിൻ ആണെങ്കിൽ വോക്കിൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പിക്കപ്പാണ് ആവശ്യമെങ്കിൽ പിക്കപ്പ് നമ്മൾ ഡ്രൈവർ അറേഞ്ച് ചെയ്യും. നമ്മുടെ പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് ചാർജസ് നമുക്ക് ഫ്രീ ആണ്, നമുക്ക് ഹിഡൻ ചാർജസ് ഒന്നുമില്ല. കൊച്ചിയിൽ ഓൾമോസ്റ്റ് സിറ്റിക്കകത്തുള്ള എല്ലാ ലൊക്കേഷനും നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. അതാണ് ഞാൻ ഇങ്ങോട്ട് വരാനുള്ള മെയിൻ കാരണം, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് ഫെസിലിറ്റി. പിന്നെ എല്ലാ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലൈവ് വീഡിയോ ഇവിടുത്തെ കസ്റ്റമർ റെപ്രസെൻറ്റേറ്റീവ് നിങ്ങൾക്ക് ഷെയർ ചെയ്യും. അത് കൂടാണ്ട് എസ്റ്റിമേറ്റും കാര്യങ്ങളൊക്കെ PDF ആയിട്ട് നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാം. അതുകൊണ്ട് എല്ലാം ട്രാൻസ്പെറൻ്റ് ആണ്, ധൈര്യമായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, അതാണ് നമ്മളൊന്ന് നിങ്ങളെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് വർക്ക്ഷോപ്പ് കാണിച്ചു തന്നാൽ. കാരണം നമ്മൾ കുറച്ച് മുന്നത്തെ വീഡിയോകളിലൊക്കെ ഇവരുടെ ചെറിയ ചെറിയ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് ഡീറ്റെയിൽസ് നമുക്കും അറിയാനൊരു ആകാംക്ഷയുണ്ട്. അപ്പോൾ ഇന്നിങ്ങനൊരു അവസരം വന്നു, അതുകൊണ്ടാണ് നേരിട്ട് ഇങ്ങോട്ട് വന്നത്. ഇപ്പോൾ വാറണ്ടി ഉള്ള വണ്ടികൾ, പുതിയ വണ്ടികളൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്ന വാറണ്ടി കിട്ടാൻ ചാൻസ് ഉണ്ടാവില്ലല്ലോ? അത് ഡീലർഷിപ്പ് തീരുമാനിക്കുന്നതാണ്. കാരണം അവർ ഓയിൽ ഫിൽറ്ററൊക്കെ അവരുടെയിൽ റീപ്ലേസ് ചെയ്താൽ മാത്രമേ വാറണ്ടി തരുള്ളൂ എന്നൊക്കെ സംഭവമുണ്ട്. അപ്പോൾ അങ്ങനത്തെ വണ്ടികൾ അത് ഡീലർഷിപ്പിൻ്റെ, കാരണം അത് OEM-നാണ്. നമുക്ക് കാരണം നമുക്ക് മാനുഫാക്ചറായിട്ട് ഞങ്ങൾക്ക് ടൈപ്പ് ഒന്നുമില്ല, OEM-ആയിട്ട് ടൈപ്പ് ഒന്നുമില്ല. ഒരു മൾട്ടി ബ്രാൻഡ് ചാനലാണ് ഞങ്ങൾ. അപ്പോൾ എന്തായാലും വാറണ്ടി കഴിഞ്ഞ വണ്ടികളാണെങ്കിൽ വണ്ടികൾക്ക് നമുക്ക് എല്ലാ വണ്ടിയും കൊണ്ട് നമ്മുടെ സർവീസിന് എല്ലാം വാറണ്ടി ഉണ്ട്. അത് ആപ്പിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എത്ര സർവീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും സർവീസ് വാറണ്ടി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ പെയിന്റിംഗ് വർക്കൊക്കെ ആണെങ്കിൽ 2 years വാറണ്ടി വരെ നമ്മൾ കൊടുക്കുന്നുണ്ട്. കേസ് ടു കേസ് ആണ്. അതിൻ്റെ എത്രയാണ് വാറണ്ടി എന്നുള്ള ആപ്പിൽ തന്നെ കൊടുത്തിട്ടുണ്ടാവും. സർവീസ് ബുക്ക് ചെയ്യുമ്പോൾ തന്നെ അത് കാണാനും പറ്റും. പെയിന്റ് ഒക്കെ നമ്മുടെ കസ്റ്റമറിനെ തിരഞ്ഞെടുക്കാൻ പറ്റും. പെയിന്റ് നമ്മൾ ഡ്യൂപോണ്ടിന്റെ നമ്മൾ നിപ്പോൺ പെയിന്റ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഹൈ ക്വാളിറ്റി പെയിന്റ് തന്നെ യൂസ് ചെയ്യുന്നത്. ആ പെയിന്റിന് 2 കൊല്ലം കളർ മിസ്മാച്ച് ഒന്നും ഉണ്ടാവില്ല. 100% ഒറിജിനൽ കളർ ആയിരിക്കും. 2 years വാറണ്ടി നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നല്ലൊരു സ്കീമാണ്. 40% ലാഭം നമുക്ക് കിട്ടുന്നുണ്ട്. ഞാൻ എന്തായാലും എൻ്റെ അടുത്തൊരു സർവീസ് ആവാറായിട്ടുണ്ട്. അപ്പോൾ എറണാകുളം ഭാഗത്തേക്ക് വരുമ്പോൾ പിന്നെന്താ ഇവിടെ തന്നെ ചെയ്യാമല്ലേ? അതിനകത്ത് എത്ര മണിക്കൂർ, ഏത് സർവീസിന് എത്ര മണിക്കൂർ കയ്യിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. എല്ലാ ഡീറ്റെയിലും കൊടുത്തിട്ടുണ്ട്. എവിടെയെങ്കിലൊക്കെ ലൊക്കേഷനാണ് വിളിച്ചാൽ മതി. പിക്കപ്പിന് ആൾ വന്ന് വണ്ടി കൊണ്ടുപോകും, കഴിയുമ്പോൾ ആ ലൊക്കേഷനിൽ എത്തിച്ചും തരും. ഓക്കെ, ഞാനിപ്പോൾ ഇത് ബുക്ക് ചെയ്യുമ്പോൾ ഞാൻ എറണാകുളത്ത് തന്നെ ഉണ്ടാവണോ? കൊച്ചി സൈഡിലൊക്കെ ചെയ്യുമ്പോൾ എറണാകുളം ലൊക്കേഷൻ, കാരണം നമ്മുടെ മാപ്പ് ലൊക്കേഷൻ ട്രാക്ക് ചെയ്യും. കോഴിക്കോട് നിന്ന് ബുക്ക് ചെയ്യാൻ പറ്റില്ല. കോഴിക്കോട് നിന്ന് എറണാകുളം ലൊക്കേഷൻ സെലക്ട് ചെയ്തിട്ടാണ് ബുക്ക് ചെയ്യുക. ഓക്കെ, നമ്മളിങ്ങോട്ട് ഷൂട്ടിന് വരുമ്പോൾ എന്തായാലും അങ്ങനെ ഒരു ഓപ്ഷൻ, കാരണം എൻ്റെ വണ്ടിക്ക് എന്തായാലും വാറണ്ടിയും കാര്യമൊന്നുമില്ല. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. 2015 മോഡലാണ്. അപ്പോൾ ഇവിടെ തന്നെ ജയിക്കാമെന്ന് കരുതുന്നു അല്ലേ? തീർച്ചയായിട്ടും ജയിക്കാം. ഓക്കെ, 40% ഓഫറാണ്. ഓഫറല്ല, ഇവരുടെ അടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ ലേബർ കോസ്റ്റ് എല്ലാം കുറഞ്ഞു വരും. അപ്പോൾ ആ ഒരു ബെനിഫിറ്റ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവും. എന്തായിരുന്നു ഗ്യാസ് ഇച്ചിരി കുറവുണ്ടായി. വേറെ കംപ്ലൈൻറ്റ് ഒന്നുമില്ല? വേറെ കംപ്ലൈൻറ്റ് ഒന്നുമില്ല. ഓക്കെ, ഫിൽറ്റർ ബ്ലോക്ക് ഒന്നും ഉണ്ടായില്ല. ക്ലീൻ ചെയ്തിട്ടുണ്ട്. ക്ലീൻ ചെയ്തിട്ടുണ്ട്, കൂളിംഗ് ആയിട്ടുണ്ട്. ഓക്കെ ഓക്കെ. എന്തായാലും നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം കൂളിംഗ് ആയിട്ട് തോന്നുന്നു. അപ്പോൾ ഇതിനിപ്പോൾ എത്ര ചാർജ് വരും? ഇതിനിപ്പോൾ നമുക്ക് 1300 രൂപയാണ്. അതിനകത്ത് നമുക്ക് 10% ഡിസ്കൗണ്ട് വരും. 10% വരുമ്പോൾ 130 രൂപ നമുക്ക് കുറയും അല്ലേ? ഓക്കെ, അപ്പോൾ ആ ഒരു വ്യത്യാസമുണ്ട്. 10% ഇപ്പോൾ സമ്മർ ഓഫറും ഉണ്ടല്ലേ? അതെ, സമ്മർ. ഓക്കെ, ഇപ്പോൾ വാഷിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ അണ്ടർ ബോഡി കോട്ടിങ്ങും കാര്യങ്ങളൊക്കെ കോട്ടിങ് അല്ലാണ്ട് അണ്ടർ ബോഡി കോട്ടിങ് നമുക്ക് ചെയ്യും. 3M അണ്ടർ ബോഡി കോട്ടിങ് അതും സൈറ്റിൽ അവൈലബിൾ ആണ്. പോളിഷിങ് കാര്യങ്ങളും നമുക്ക് സൈറ്റിൽ പോളിഷിംഗ് സെപ്പറേറ്റ് വെണ്ടർ ഉണ്ട്. ഓക്കെ, എല്ലാ ഡീറ്റെയിലും ഇന്റീരിയർ ക്ലീനിങ് ആണെങ്കിലും സെറാമിക് കോട്ടിങ് ആണെങ്കിലും എല്ലാ കാര്യങ്ങളും നമുക്കുണ്ട്, എല്ലാ വർക്കും ഉണ്ട്. അപ്പോൾ അടുത്ത പ്രാവശ്യം ഞാൻ എന്തായാലും വരുമ്പോൾ മൊത്തം സർവീസ് എന്തായാലും കൊടുത്ത് കളിയാം. റെഗുലർ സർവീസ് ഉണ്ട് ചെയ്യാൻ, അതേപോലെ തന്നെ അണ്ടർ കോട്ടിങ് ചെയ്യാനുണ്ട്. കാരണം ഈ ചൂട് കഴിഞ്ഞ് മഴക്കാലം വരുമ്പോൾ അതിന് തൊട്ട് മുന്നേ ചെയ്ത് വെക്കുന്നത് നല്ലത്. ഓക്കെ ഓക്കെ. ഇനി ധൈര്യത്തിൽ നമുക്ക് കോഴിക്കോടേക്ക് മടക്കി പോവാം, പേടിക്കണ്ട, തണുത്തോണ്ട് തന്നെ പോവാം അല്ലേ? ഓക്കെ, ഇവിടെ ബുക്കിംഗ് എടുക്കുമ്പോൾ നമ്മുടെ സമയത്തിനനുസരിച്ചുള്ളൊരു ഇത് കിട്ടും. ബുക്കിംഗ് ആ ഡേറ്റിൽ തന്നെ പല പല സ്ലോട്ടായിട്ടുണ്ടാവും, ഓരോ ടൈം വെച്ചിട്ട്. ആ സ്ലോട്ടിൽ നമ്മുടെ കൺവീനിയൻറ്റ് ടൈം ഏതാണോ ആ കൺവീനിയൻറ്റ് ടൈം നോക്കിയിട്ട് ബുക്ക് ചെയ്താൽ മതി. ചില ദിവസങ്ങളിൽ ആ ടൈമിൽ നമുക്ക് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അഡീഷണൽ ഡിസ്കൗണ്ട് കിട്ടും. അങ്ങനെയുണ്ട്. ചില ടൈമുകൾക്ക് എക്സ്ട്രാ 100 rupees ഓഫ് എന്നൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒടുക്കത്തെ ഓഫറാണ്, മൊത്തത്തിൽ പറഞ്ഞാൽ മൊത്തത്തിൽ ഓഫറാണ്. അതുകൊണ്ടൊരു പ്രശ്നമില്ല. എങ്ങനെയായാലും ഒരു 130 രൂപ ലാഭം കിട്ടി. ഏതായാലും എറണാകുളത്ത് ഷൂട്ടിന് വന്നിരുന്നു, ഒന്ന് ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, ചെറിയ വർക്കാണ് ചെയ്ത് വിടില്ല. ഞാൻ ഒരു വലിയ വർക്കാണെന്ന് കരുതിയിട്ടാണ് നേരെ ഇങ്ങോട്ട് തന്നെ വന്നത്. പെട്ടെന്ന് എനിക്ക് പോകണമെങ്കിൽ നിങ്ങൾ കൊണ്ടുവിടുന്നുള്ള ഉദ്ദേശത്തിലാണ് വന്നത്. ഓക്കെ, അപ്പോൾ ചെറിയ വർക്കാണ് എന്തായാലും കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഷൂട്ടിന് പോകാനുണ്ട്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞത് സുരേഷ് ചേട്ടനാണ്. താങ്ക്സ്. ഓക്കെ, അപ്പോൾ നല്ല കൂളിംഗ് ആയി AC. എന്തായാലും നമ്മളിപ്പോൾ കാര്യമായിട്ട് AC ഉണ്ടായിരുന്നുള്ളൂ. നമുക്ക് അടുത്ത പ്രാവശ്യം എന്തായാലും ഞാൻ ഒരു റെഗുലർ സർവീസ് ഇവിടുന്ന് ചെയ്യുന്നുണ്ട്. അതിൻ്റെ വീഡിയോ കൂടെ ഞാൻ കാണിച്ചു തരാം എങ്ങനെയായാലും.
ഒന്നുമില്ല, നിങ്ങൾ ആപ്ലിക്കേഷനിൽ ഗോമെക്കാനിക് എന്ന ആപ്ലിക്കേഷനിൽ ബുക്ക് ചെയ്താൽ അവർ തന്നെ വണ്ടി എടുത്തുകൊണ്ടുപോയി സർവീസ് ചെയ്ത് നിങ്ങളെ തിരിച്ചേൽപ്പിക്കും. അപ്പോൾ നമ്മളിന്ന് നേരിട്ട് ഇങ്ങോട്ട് വന്നതാണ്, ഏതായാലും ഈ വഴി പോകേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഒരു ബെനിഫിറ്റ് ഉണ്ടായി, 10% ഡിസ്കൗണ്ട് കിട്ടി. അപ്പോൾ സമ്മർ സീസണ് AC-യുടെ ഇത് ഓഫർ പോകുന്നുണ്ട്. അപ്പോൾ 10% ഡിസ്കൗണ്ട് കിട്ടിയിട്ടുണ്ട് റേറ്റിൽ. അപ്പോൾ നമുക്ക് നേരെ ഇപ്പോൾ എറണാകുളത്ത് യൂസ്ഡ് കാർ ഷോറൂമിൻ്റെ ഷൂട്ടുണ്ട്, അവിടുന്ന് ഷൂട്ട് ചെയ്യാൻ പോകണം. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.